+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 1 സെറ്റ്സ് പാർട്ട് 3 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പാർട്ട് 4. വെൻ ഡയഗ്രാം ഈസ് യൂസ്ഡ് ടു ഷോ റിലേഷൻ ബിറ്റ്വീൻ സെറ്റ്സ്. സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് വെൻ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. ഇതിലെ റെക്റ്റാങ്കിൾ ഷേപ്പ് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സർക്കിൾസ് സബ്സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നു. യൂണിയൻ ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ എലമെൻസിനെയും എടുത്ത് ഒരുമിച്ച് എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ റിപ്പീറ്റീഷൻ അവോയ്ഡ് ചെയ്യുന്നു. സം പ്രോപ്പർട്ടീസ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് യൂണിയൻ. എ യൂണിയൻ ബി ഈക്വൽ ബി യൂണിയൻ എ. എ യൂണിയൻ ബി ഇൻറ്റു യൂണിയൻ സി ഈക്വൽ എ യൂണിയൻ ബി ഇൻറ്റു ബി യൂണിയൻ സി. എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ എ. ഒരു സെറ്റിനെ നൾ സെറ്റുമായിട്ട് യൂണിയൻ എടുത്താൽ ആ സെറ്റ് തന്നെ കിട്ടും. എ യൂണിയൻ എ ഈക്വൽ എ. യു യൂണിയൻ എ ഈക്വൽ യു. ഒരു സെറ്റും യൂണിവേഴ്സൽ സെറ്റും തമ്മിൽ യൂണിയൻ എടുത്താൽ യൂണിവേഴ്സൽ സെറ്റാണ് ആൻസർ. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റിലുള്ള കോമൺ എലമെൻസിനെ എടുത്തെഴുതുക. സം പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇൻ്റർസെക്ഷൻ. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ബി ഇൻ്റർസെക്ഷൻ എ. എ ഇൻ്റർസെക്ഷൻ ബി ഇൻറ്റു ഇൻ്റർസെക്ഷൻ സി ഈക്വൽ എ ഇൻ്റർസെക്ഷൻ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ സി. നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ എ ഈക്വൽ നൾ സെറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെറ്റും നൾ സെറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് ഇൻ്റർസെക്ഷൻ എ ഈക്വൽ എ. അപ്പം യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഏതെങ്കിലും ഒരു സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ അത് ആ സെറ്റ് തന്നെ വരും. എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ എ. എ ഇൻ്റർസെക്ഷൻ ഇൻറ്റു ബി യൂണിയൻ സി ഈക്വൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇതിൻ്റെയൊക്കെ വെൻ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഇപ്പോൾ രണ്ട് സെറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ, അതായത് സെറ്റ് എയും സെറ്റ് ബിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ എയിലുള്ള എലമെൻറ്റ്സ് പക്ഷേ ബിയിൽ വരാത്തത്, അതായത് എ മൈനസ് ബി, എയിലുള്ളതും അതേസമയം ബിയിലില്ലാത്തതുമായിട്ടുള്ള എലമെൻസിനെ എടുത്തെഴുതുന്നതാണ് ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. ഉദാഹരണത്തിന് എ ഈക്വൽ 1 2 3 4 5 6, ബി ഈക്വൽ 2 4 6 8. ഇവിടെ എ മൈനസ് ബി, അതായത് എയിലുള്ള എലമെൻറ്റ്സ് പക്ഷേ ബിയിൽ ആ എലമെൻറ്റ്സ് പാടില്ല. അതായത് അപ്പം 1 വരും, 1 എയിലേ ഉള്ളൂ, ബിയിലില്ല. 5 വരും, 5ഉം 3ഉം വരും. അപ്പം 1 3 5 ആണ് എ മൈനസ് ബി. അത് ബി മൈനസ് എ, അതായത് ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ്. 8 മാത്രമാണ് ബിയിലുള്ളതും എയിലും ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്. ഇവിടെ എ മൈനസ് ബിയും ബി മൈനസ് എയും ഈക്വൽ അല്ല. ഇനി അടുത്ത് എക്സർസൈസ് 1.4. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പാടുള്ള ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളത് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ മതി. ഇത് നല്ല എളുപ്പമുള്ള എക്സർസൈസ് ആയതുകൊണ്ട് ഞാൻ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ യൂണിയൻ കണ്ടെത്താനാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി സെറ്റ് ബി ആകുമോ എന്ന് പ്രൂവ് ചെയ്യാനാണ്. തേർഡ് ക്വസ്റ്റ്യനും ഏതാണ്ട് അതുപോലെ തന്നെ. ഫോർത്ത് ക്വസ്റ്റ്യനും യൂണിയൻ കണ്ടെത്താൻ തന്നെ എളുപ്പമാണ്. അതിൽ അഞ്ചാമത്തെ സെറ്റ് എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് എല്ലാ സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻസിനെ ഒരുമിച്ച് എടുത്തങ്ങ് എഴുതിയാൽ മതി, റിപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ്റർസെക്ഷൻ കണ്ടെത്താനാണ്. ഇതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ നാലാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ എയും ബിയും തമ്മിൽ കോമൺ എലമെൻറ്റ്സ് ഇല്ല, അതുകൊണ്ട് നൾ സെറ്റ് വരും. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ അഞ്ചാമത്തെ സെറ്റ് നോക്കുകയാണെങ്കിൽ എയും നൾ സെറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ, അതായത് ഒരു സെറ്റും നൾ സെറ്റും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ ആൻസർ നൾ സെറ്റാണ്. ഇനി ആറാമത്തെ ചോദ്യം.
ആറാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ സെറ്റ് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി. ഇത് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ആദ്യം എടുത്തിട്ട് അതും ഡിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ നോക്കുക, അല്ലെങ്കിൽ സിയും ഡിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ആദ്യം എടുക്കണം, എന്നിട്ട് എയുമായിട്ട് ഇൻ്റർസെക്ഷൻ നോക്കണം. മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആൻസർ നൾ സെറ്റാണ് ഇവിടെ വരുന്നത്. ഇത് ചെയ്യുമ്പോൾ എ ഇൻ്റർസെക്ഷൻ സി ഇൻറ്റു ഇൻ്റർസെക്ഷൻ ഡി. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഇത് ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ എലമെൻറ്റ്സ് ഇല്ലെങ്കിൽ നൾ സെറ്റ്. ഇനി അടുത്ത 7ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 7ഉം സിമ്പിളാണ്, കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല. അടുത്ത 8ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഡിസ്ജോയിൻറ്റ്? ഇതിൽ തേർഡ് മാത്രമാണ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ളത്, ബാക്കി എല്ലാത്തിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് മറ്റ് രണ്ടും ഡിസ്ജോയിൻ്റ് അല്ല, തേർഡ് മാത്രം ഡിസ്ജോയിൻറ്റ്. ഒരു സെറ്റ് ഈവൻ ഇൻറ്റിജറും മറ്റത് ഓഡ് ഇൻറ്റിജറും. ഇനി അടുത്ത് 9th ക്വസ്റ്റ്യൻ സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എലമെൻറ്റ്സ് പക്ഷേ ബിയിൽ ഇല്ലാത്തത്. എ മൈനസ് സി എന്ന് പറയുമ്പോൾ എയിൽ ഉള്ളതും സിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സ് എഴുതുക. ഇപ്പോൾ അങ്ങനത്തെ എലമെൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നൾ സെറ്റാണ് ആൻസർ. 2 ഈക്വൽ സെറ്റാണ്, ഡിഫറൻസ് എടുത്ത് എഴുതാൻ പറഞ്ഞാൽ നൾ സെറ്റാണ് ആൻസർ. അപ്പം 7ാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. 9ാമത്തെ ചോദ്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്ത് 10 അതുപോലെ തന്നെ ഡിഫറൻസ് എഴുതാനാണ്. 11ാമത്തെ ചോദ്യം. ഇഫ് ആർ ഈസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് ക്യൂ ഈസ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, ദെൻ വാട്ട് ഈസ് ആർ മൈനസ് ക്യൂ? ആർ മൈനസ് ക്യൂ റിയൽ നമ്പേഴ്സിലുള്ളതും റാഷണൽ നമ്പേഴ്സിൽ ഇല്ലാത്തതും. ടി സെറ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി ഉപയോഗിച്ചാണ്. അടുത്ത് 12ാമത്തെ ചോദ്യം. ട്രൂ ഓർ ഫാൾസ്? ഒന്നാമത്തത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ഫാൾസ് ആണ്, കാരണം അത് ജോയിൻറ്റ് സെറ്റ്സ് ആണ്. അതിൽ കോമൺ എലമെൻ്റ് ആയിട്ട് 3 ഉണ്ട്. രണ്ടാമത്തതും ഫാൾസ് ആണ്, കാരണം അത് ഡിസ്ജോയിൻറ്റ് അല്ല, കോമൺ എലമെൻ്റ് ആയിട്ട് എ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ജോയിൻറ്റ് ട്രൂ ആണ്. 4ാമത്തെ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ട്രൂ ആണ്. അപ്പോൾ പാർട്ട് 4 ഇവിടെ കഴിഞ്ഞു. ഇനി പാർട്ട് 5 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Like my videos, share, subscribe.